കേരളത്തിലെ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയായ കേരയിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ മൊത്തം ചിലവ് 2019 ഡിസംബറിൽ 56,500 കോടി രൂപ എന്ന് കണക്കാക്കപ്പെട്ടു. പദ്ധതി 2022 നവംബറിൽ താൽക്കാലികമായി നിർത്തിവെച്ചതിനാൽ നിലവിലെ ചെലവ് കണക്കുകൾ ലഭ്യമല്ല. സിൽവർ ലൈൻ പദ്ധതിയുടെ ലക്ഷ്യം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 532 കിലോമീറ്റർ ദൂരത്തിൽ സെമി ഹൈസ്പീഡ് റെയിൽപാത നിർമ്മിച്ച് സംസ്ഥാനത്തിൻ്റെ വടക്കേയറ്റവും തെക്കേയറ്റവും ഭാഗങ്ങൾ തമ്മിലുള്ള യാത്രാസമയം കുറയ്ക്കുകയും ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. 2019 ഫ്രഞ്ച് കൺസൾട്ടൻ്റ് കമ്പനി സിസ്ട്ര നടത്തിയ സർവേയിൽ കൊച്ചുവേളി മുതൽ കാസർഗോഡ് വരെ റെയിൽ കോറിഡോർ സാമ്പത്തികമായി പ്രയോജനകരമാണെന്ന് കണ്ടെത്തി. പദ്ധതി നടപ്പിലാക്കുന്നതിന് മൊത്തം ചെലവിൻ്റെ 80% വായ്പകളിലൂടെ സമ്പാദിക്കാനും ബാക്കി 20% സംസ്ഥാനവും കേന്ദ്ര സർക്കാരും പങ്കിടാനുമാണ് നിർദ്ദേശിക്കപ്പെട്ടത്. കേരള സർക്കാർ ഭൂമിയെടുപ്പിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി പ്രത്യേകമായി ചെലവ് ചെയ്യാനാണ് പദ്ധതിയിലുള്ളത്. 2022 നവംബറിൽ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുന്നതുവരെ കേരള സർക്കാർ സിൽവർ ലൈൻ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു. പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളയിൽ സംബന്ധിച്ച ഗവൺമെൻറ് വാർത്തകളൊന്നും വാർത്താമാധ്യമങ്ങളിൽ കാണാറില്ല. എന്തായിരിക്കും കാരണം?